സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൺ സീക്രട്ട് ആയിട്ട് എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. കൂടുതൽ പേർക്കും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഒത്തിരി തെറ്റിദ്ധരിച്ച് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു മാറിപ്പോയതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി യഥാർത്ഥമായിട്ടുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. സത്യം എന്താണ് എന്ന് അവരുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ആ ഒരു നിമിഷത്തിൽ അവര് തകർന്നു പോയി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ദാറ്റ് മീൻസ് അവര് ഒരു വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എതിരെ ചിന്തിക്കാനിടയായി, നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള തീരുമാനം എടുത്തു. നിങ്ങളെ അവഗണിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവാം. വളരെ ശക്തമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ യാതൊരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും അവർ നിങ്ങളെ ഒരുപാട് ശിക്ഷിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പോ ആ വ്യക്തി അതിന് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ടാവുന്നുണ്ട് ആ വ്യക്തിക്ക്. ഇപ്പോഴാണ് ശരിക്കുമുള്ള നിങ്ങളുടെ പ്രണയം എന്താണ്, ആ ഒരു മെമ്മറീസിലൂടെയാണ് ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ആ യഥാർത്ഥമായിട്ടുള്ള പ്രണയം, ആ ട്രൂ ലവ് എന്താണ്, എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചിരുന്നത് എന്ന് ഇപ്പോൾ ആ വ്യക്തി തിരിച്ചറിയുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു വേദന ആ വ്യക്തിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷത്തിൽ അവർ സീക്രട്ടായിട്ട് ആഗ്രഹിക്കുന്നതും ആ ഒരു പ്രണയം വീണ്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുമിച്ചുണ്ടാവണം. ആ ഒരു തെറ്റിദ്ധാരണ അവര് തന്നെ നിങ്ങളുടെ മുന്നിൽ വന്ന് അപ്പോളജൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറ്റം ഏറ്റു പറഞ്ഞ് തന്നെ നിങ്ങളോട് സോറി പറഞ്ഞ് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായിട്ട് വളരെ സീക്രട്ടായിട്ട് അവരിപ്പോ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. പുതിയൊരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവര് നൽകാത്ത സ്നേഹം, നിങ്ങൾ അവരെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെ എത്രമാത്രം വേദനിപ്പിച്ചോ അതിനേക്കാൾ ഏറെ സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മെമ്മറീസ്, അതായത് ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിരുന്ന ഒരു സ്നേഹബന്ധമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ കൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു മാറിപ്പോയിരുന്നു. മേ ബി നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതായിരിക്കും. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഇപ്പോ യാഥാർത്ഥ്യം എന്ത് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അവയർനെസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ടുള്ള എതിർപ്പുകളുണ്ട് ആ വ്യക്തിയുടെ ഈ ഒരു റിലേഷൻഷിപ്പില്. വളരെ ശക്തമായിട്ട് തന്നെ ഒപ്പോസിഷൻസ് ഉണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. പക്ഷെ ആ വ്യക്തി ഏതോ ഒരു നിമിഷത്തിൽ നിങ്ങളെ അവഗണിച്ചു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ മേലൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ടായിപ്പോയി. പക്ഷെ അത് ആ വ്യക്തിയുടെ കുറ്റമായിട്ട് നമുക്ക് മുഴുവനായിട്ട് പറയാൻ കഴിയില്ല. മറ്റ് വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളായിരിക്കാം ആ വ്യക്തിയെ ആ ഒരു രീതിയിൽ ചിന്തിപ്പിക്കാനും നിങ്ങളെ അവഗണിക്കാനുമുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ കൊണ്ടുവന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ ചെയ്തു പോയ തെറ്റിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരാനും ഈ റിലേഷൻഷിപ്പ് തുടരാനും ആഗ്രഹിക്കുന്നു. മേ ബി ഒരുപാട് തവണ നിങ്ങൾ ആ വ്യക്തിയോട് യാഥാർത്ഥ്യം എന്താണ് എന്ന് പല തരത്തിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പക്ഷെ ആ വ്യക്തി ആ സമയത്ത് അതൊന്നും കാര്യമായിട്ട് എടുക്കാതെ നിങ്ങളെ അവഗണിച്ചു കൊണ്ടേയിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോ അവര് ആ ഒരു കാര്യം അതിന്റെ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയ സമയത്തേക്ക് ഒത്തിരി വൈകി പോയി എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വന്നാൽ ഇനിയും അവര് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് അവസരം നൽകുമോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നെല്ലാം ആ വ്യക്തി ഒത്തിരി കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഓക്കെ, നമ്പർ 4 and 6 is significant for this relationship, and also number 1 and 16.
4 and 20. ഓക്കെ. യെസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ വളരെ സീക്രട്ട് ആയിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതമാണ്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ഒരുമിച്ച് ഒരു ഡേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. യെസ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇത്രമാത്രം വേദന ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിയിൽ നിങ്ങൾ ഇപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ആ ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേരുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഒരു റീയൂണിയൻ ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആൻഡ് യെസ്, ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തിയാണ്. ഏതൊരു വ്യക്തിക്കും നിങ്ങൾ ചിലപ്പോൾ അവർ ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരികെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു മാറിയ സമയത്താണ് ആ വ്യക്തി തികച്ചും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത്. ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായത് നിങ്ങളിൽ നിന്നുമുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായ സമയത്താണ് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓക്കെ. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചോ നിങ്ങളുടെ വാല്യൂ എന്താണെന്നോ അവർ മനസ്സിലാക്കിയിരുന്നില്ല. നിങ്ങളിൽ നിന്നും അകന്നു മാറിയപ്പോഴാണ് ശരിക്കും നിങ്ങളുടെ സ്നേഹം എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്ന് അവര് മനസ്സിലാക്കിയത്. ഓക്കെ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് അവര് കുറ്റബോധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്നോട് നോക്കാം. യു മേക്ക് മൈ വേൾഡ് സോ മച്ച് ബ്യൂട്ടിഫുൾ. ഐ ലവ് ബീയിങ് വിത്ത് യു. നിങ്ങളോട് ഒരുമിച്ച് ജീവിക്കണം എന്നവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത് നിങ്ങളുടെ പ്രസൻസ് ആണ്. ഐ പ്രോമിസ് യു ഐ വിൽ കം ബാക്ക് ടു യു. അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. യെസ്, ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ. നിങ്ങളോട് ചെയ്തു പോയ തെറ്റിൽ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ കാർഡ്സിലൂടെയും പറഞ്ഞ കാര്യമാണ്, നമുക്ക് വ്യക്തമായ കാര്യമാണ്. സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ചില ഫാമിലി ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. ഓക്കെ. നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാകണം, ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് അത് പോസിബിൾ ആക്കേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. കാരണം അത്രമാത്രം ഒരു ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് ഒത്തിരി നാളുകൾ ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നിങ്ങളെ പലതും കൺവിൻസ് ചെയ്യേണ്ടതെന്ന് പോലും ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല.